ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചുരുക്കമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാം അധ്യായമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 11 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുവാൻ, ചിന്തിക്കുവാൻ, അതിനകത്തു നിന്നൊക്കെയുള്ള ആലോചനകൾ ഷെയർ ചെയ്യുവാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. തുടർന്നും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞാനിന്ന് വീട്ടിലല്ല, അതുകൊണ്ട് അല്പം നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഇന്നുമുണ്ട്. ഇന്ന് 12-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. എല്ലാ അധ്യായങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിലും 12-ാം അധ്യായത്തില് പ്രത്യേകിച്ചും ആത്മീയ വരങ്ങൾ, ദൈവസഭ, ചർച്ച് ആസ് എ ബോഡി, ഹോളി സ്പിരിറ്റിന്റെ ഗിഫ്റ്റ്സ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 12-ാം അധ്യായം. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ദൈവസഭകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും വേണമെന്നുള്ള കാര്യം ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഉള്ളത് നല്ലതാണ്. കാര്യം പലപ്പോഴും നാം കാണുന്ന പലതിൻ്റെയും പുറകില് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒഴുകിപ്പോകുവാനുള്ള സാധ്യത വളരെയധികം ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തില് കാര്യങ്ങളെ നന്നായി വിവേചിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഏറ്റവും ആവശ്യം ദൈവവചനമാണ്. ദൈവവചനത്തിന്റെ പ്രകാശനത്തിൽ നിന്ന് വേണം കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ട്. അപ്പൊ ഇതിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 1 കൊരിന്ത്യർ 12:1. സഹോദരന്മാരെ, ആത്മീയവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. ആദ്യത്തെ വാക്ക് പൗലോസ് പറയുന്നു, അതൊരു കമാൻഡായിട്ടാണ് പറയുന്നത്. നിങ്ങൾ നോട്ട് ഇഗ്നറന്റ് ആയ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതെ ഇരിക്കരുത്. ഈ 12-ാം അധ്യായത്തില് നാം കേൾക്കുന്നത്, 12-ാം അധ്യായത്തിൽ അവർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് പൗലോസ് എഴുതുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് കൊരിന്ത്യ സഭയില് ആത്മീകമായ കൃപാവരങ്ങൾക്കൊരു കുറവുമില്ലാത്ത സഭയായിരുന്നു. എങ്കിലും നിങ്ങൾക്കറിയാം കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലവും അവർ എത്രത്തോളം പല കാര്യങ്ങളിലും ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചു. അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മോറൽ സൈഡ് എത്രത്തോളം അവർക്ക് വീക്കായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നാം കഴിഞ്ഞ അധ്യായങ്ങളെ കാണുവാനായിട്ടിടയായല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സഭയോടാണ് പറയുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 13-ാമത്തെ അധ്യായത്തില് 3 കാര്യങ്ങൾ നമുക്ക് സഭയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും, ഈ സഭ എന്നുള്ള ഒരു വിഷയം, ഇതിനെ 3ആയിട്ട് തരംതിരിച്ചാൽ സഭ എന്താണെന്നുള്ളത് ഈ 12-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ളത് നാം ചിന്തിക്കുന്നു. വരങ്ങൾ എന്താണെന്നുള്ളത് നാം ചിന്തിക്കുന്നു. അപ്പൊ ഈ 3ആയിട്ട് തരംതിരിച്ചാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ നാം പിന്നെയും കാണുന്നത് ഇതിന്റെ ഫലം, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇതിന്റെ എന്തൊക്കെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളിൽ നിന്ന് കാണേണ്ടത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചും 14-ാമത്തെ അധ്യായത്തിൽ ഇതെങ്ങനെ എക്സസൈസ് ചെയ്യണം, സഭയിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് 14-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പൊ ഈ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, ഇത് ആത്മീയ വരം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹോളി സ്പിരിറ്റ് തന്നെയാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തില് ഒന്ന് വായിക്കാം നമുക്ക്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനമായി ദൈവവചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഇറ്റ് സെൽഫ് എ ഗിഫ്റ്റ്. അപ്പൊ എന്താണ് ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. ഇതിനെക്കുറിച്ച് നാം പഠിപ്പിക്കണം.
കാര്യം ദൈവസഭകളിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതിന്റെ 2ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നു, നിങ്ങളുടെ പശ്ചാത്തലം ഒന്ന് ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഏത് സൈഡിൽ നിന്നാണ് വന്നത്? ഈ കൊരിന്ത്യ സഭ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഈ അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. കാര്യം ഇവര് അർത്തമീസ് ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്ന, അവിടുത്തെ വലിയ ടെമ്പിളായ അർത്തമീസ് ദേവിക്ക് മണിക്കൂറുകളോളം അവര് അർത്തമീസ് ദേവിയെ ആരാധിക്കുകയും ഉയർത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു ടെമ്പിളിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇവര് കൃപാവരങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവസഭയിലുണ്ടായ കൺഫ്യൂഷൻസ്, ഒരു കൂട്ടർക്ക് അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പൗലോസിന് ഇങ്ങനെ എഴുതി ചോദിക്കുവാനായിട്ടിടയായത്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലമാണ് 2ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ വാക്യത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, പോൾ റിമൈൻസ് ദം ഓഫ് ദെയർ പ്രീ കൺവേർഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇത് അവര് എന്താ പറഞ്ഞ, ആ കൺവേർഷൻ സ്റ്റേജിൽ ഇവരെ ഒരു സ്പിരിച്വലി ഡിമോണിക് സ്പിരിറ്റ് ആയിരുന്നു ഇവരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മണിക്കൂറോളം അർത്തമീസ് ദേവിക്ക് ആരാധന കഴിക്കുവാനും ജയ് വിളിക്കുവാനും നമുക്ക് ലേഖനങ്ങളിലൊക്കെ വായിച്ചു നോക്കുമ്പോഴറിയാം. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദേ വേർ ലെഡ് ബൈ ദ ഡിമോണിക് സ്പിരിറ്റ്. അപ്പൊ ആ ഡിമോണിക് സ്പിരിറ്റിലായിരുന്നു അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ആരാധനയും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളും ഒക്കെ വന്നപ്പോൾ ഇവരുടെ ഈ ഓവർജോയ്ഡ് റിലീജിയസ് പാസ്റ്റ് അത് ആൾക്കാരിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അപ്പൊ എന്താണ് ട്രൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ളത് പൗലോസ് ഇവരോട് പറയുകയാണ്. എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? അത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാലും നമുക്ക് ഒരുപാട്, ഞാൻ അതിനകത്തോട്ടൊന്നും കിടക്കുന്നില്ല എങ്കിലും, ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ആർഗ്യുമെന്റ്സ്, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഈ കാണുന്ന ആരാധന അത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു ആരാധനയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിലും ദൈവസഭകളിൽ മുഴങ്ങാറുണ്ട്. അപ്പൊ അന്ന് ഒരു കാര്യത്തിൽ നോക്കിയാൽ, അന്ന് കൊരിന്ത്യ സഭയിൽ ഇതൊക്കെ നടന്നത് കൊണ്ടാണ് സത്യത്തില് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലേഖനം ലഭിക്കുവാനായിട്ടിടയായത്, ഇങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി പൗലോസ് വരുത്തുവാനായിട്ടിടയായത്. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ട്രൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം കൗണ്ടർഫീറ്റ്. അപ്പൊ ഇതിന്റെ എന്ത് റിയലായിട്ടൊരു സംഭവം ഉണ്ടോ അതിനൊരു കൗണ്ടർഫീറ്റും ഉണ്ട്. പ്രോഫസിയെ കുറിച്ച് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പ്രോഫസി ഉള്ളത് കൊണ്ടാണ് അതിനൊരു കൗണ്ടർഫീറ്റ് ഉള്ളത്. ജീസസ് ക്രൈസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു ആന്റി ക്രൈസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ എന്ത് സംഭവം ഉണ്ടോ അതിനൊരു കൗണ്ടർഫീറ്റ് ഉണ്ട്. ഇപ്പൊ ആരാധനയുണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി. ഡിമോണിക് സ്പിരിറ്റ്, നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ മോശ ഫറവോന്റെ മുമ്പിൽ വന്ന് അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ഫറവോൻ വിളിക്കുന്നു, ഇതിനേക്കാൾ നല്ല പരിപാടികൾ കാണിക്കാൻ അറിയാവുന്ന ഞങ്ങളുടെ അടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ആരാധന ഒരിക്കലും ഡെലിവറൻസിന്റെ ബേസിലുള്ള ആരാധനയല്ല. നമ്മുടെ ആരാധനയിൽ ഡെലിവറൻസ് നടക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അതല്ല നമ്മൾ ഉയർത്തി കാണിക്കേണ്ട ഒരു വിഷയം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, എങ്ങനെ ഇതിനെയൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് കഴിയും, എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇത് പരിശുദ്ധാത്മാവിന്റെ ആണ് അല്ലെങ്കിൽ ഇത് പരിശുദ്ധാത്മാവാണ്, എങ്ങനെ ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? ഇത് വലിയൊരു ആ കാലത്ത് വലിയൊരു കൺസേൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതുപോലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോഴും. കാര്യം ചർച്ചസിലൊക്കെ അത് വളരെ കോമൺ ആണല്ലോ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ആകയാൽ ദൈവാത്മാവിനാൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ ടെസ്റ്റ്, ജെന്യൂൻ സ്പിരിച്വൽ ആക്ടിവിറ്റി,
പ്രൈസ് ദി ലോർഡ്. ജെന്യുവൻ സ്പിരിച്വൽ ആക്ടിവിറ്റി അതെങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഡസ് ഇറ്റ് സേസ് അബൌട്ട് ജീസസ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞുകൂടായോ? ആരാണ് യേശുവിനെ കർത്താവ് അല്ലെന്ന് പറയുന്നത്? നമ്മുടെ ആരാധനകളിലൊക്കെ അങ്ങനെ വെച്ച് നോക്കിയാൽ എല്ലാവർക്കും അത് പറയുവാനായിട്ടുള്ള ഒരു തടസ്സമില്ലല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അതിന് നമുക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ബോധ്യം വേണം. വെളിപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തില് യേശു പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പൊ അവിടെ വലിയൊരു ഫെലോഷിപ്പിനെ കുറിച്ച് പറയുന്നു. യേശു വാതിക്കൽ നിന്ന് മുട്ടുന്നു, യേശു വാതിൽ തുറക്കുന്നവന്റെ ഉള്ളിൽ യേശു വരുന്നു, അവന്റെ ഭവനത്തിൽ യേശു വരുന്നു, അവനോട് ചേർന്ന് അത്താഴം കഴിക്കുന്നു. പക്ഷെ അതിനുശേഷം എന്താണ്? അതൊരു രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് നാം കാണുന്നു. യേശു ഉള്ളിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് യേശുവിനെ ആക്റ്റീവ് ആക്കുന്നത്, യേശുവിനെ എനർജൈസ് ചെയ്ത് നമ്മളിൽ നിർത്തുന്നത്? ആ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു, അപ്പോഴും നമുക്ക് വലിയ സന്തോഷമുണ്ടായി, വലിയ അനുഭവങ്ങൾ ഉണ്ടായി, നമുക്കൊരു ഫ്രീഡം ഫീൽ ചെയ്തു. അതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് എന്നും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി നമ്മളിൽ നടക്കണം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ ഒരു സത്യത്തിന്റെ കാര്യസ്ഥനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിന്റെ കാര്യസ്ഥൻ എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കുന്നതിന് നമുക്ക് തരും. ഇത് ലോ 17 പറഞ്ഞു വായിച്ചു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് മതി. അപ്പൊ ഇത് ദൈവ പൈതലിന് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോമിസ് ആണ് പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യസ്ഥൻ. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ഒരു പക്ഷേ ജീസസ് എന്നൊക്കെ നമുക്ക് പറയാമായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവാണ് കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മളെ നിർത്തുന്നത്. ഓരോ ദിവസവും ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നത്, വസിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ആ തൃത്വത്തിൽ 3-മതാകുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ക്രിസ്തു നമ്മളിൽ എന്നും വസിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ദൈവസഭയെക്കുറിച്ച് പല കാര്യങ്ങൾ പൗലോസ് കഴിഞ്ഞ അധ്യായങ്ങളിൽ ഓർപ്പിച്ചു. ദൈവസഭ ഒരു തോട്ടമാണ്, അതൊരു ആലയമാണ്, ദൈവസഭ ഒരു കൃഷിയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായി. എന്നാൽ ഈ അധ്യായത്തില് 3 പ്രധാനപ്പെട്ട ചിന്തകൾ നാം എപ്പോഴും മനസ്സിലാക്കണം. ദൈവസഭയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ചിന്തകളാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചും ഉള്ള പ്രത്യാശയിലും, അല്ലെങ്കിൽ ദൈവസഭയുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ദൈവസഭയെക്കുറിച്ച് പറയുന്നത്. ഒന്ന്, ദൈവസഭ ഒരു മണവാട്ടിയാണ്. കർത്താവ് ഈ മണവാട്ടിയെ ചേർക്കുവാനായിട്ട് മണവാളൻ വരും. അന്ന് മണവാളനോടുകൂടെ സ്വർഗ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ ഈ മണവാട്ടിയാകുന്ന സഭ, ആ ഒരു വലിയ തത്വം നാം എപ്പോഴും മനസ്സിലാക്കണം. രണ്ടാമത്, ഇതൊരു ആലയമാണ്, ഇറ്റ്സ് എ ടെമ്പിൾ. നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിന്റെ കല്ലുകളാണ്. മൂന്നാമത്, ഈ അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ബോഡി ആസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു
ചിന്തയിൽ നിന്നുകൊണ്ടാണ് നാം ഈ കൃപകളും കൃപാവരങ്ങളെ കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുന്നത്. ഞാൻ ഈ അല്പം ഒന്ന് മാറിപ്പോകുന്നത് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തെങ്കിലേ നമുക്കതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, എനിക്കറിയാം. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കണം. അപ്പം ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് 3 നിലവാരത്തിൽ ദൈവസഭ വളരണമെന്നുള്ളതാണ്. ഒന്ന്, യൂണിറ്റിയിൽ വളരണം. ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒരു ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവയവങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരല്ല. കാര്യം ഈ അവയവങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ ഫങ്ഷനുണ്ട്, അവരുടേതായ റോളുണ്ട്. ഇപ്പൊ ഈ കൈയും കാലും തമ്മിൽ മത്സരിക്കുവാനായിട്ട് പറ്റത്തില്ല. കൈ ചെയ്യുന്നത് കാലിന് ചെയ്യാൻ പറ്റത്തില്ല, കാല് ചെയ്യുന്നത് കൈക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ റോളുണ്ട്. അതുപോലെ ദൈവസഭയും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ ഓരോരുത്തരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. പിന്നെ രണ്ടാമത് ഒരു വലിയ ചിന്തയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ചിന്ത. നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതിലും ദൈവസഭ വളർന്നു വരണം, മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. നാം നമ്മുടെ കൂട്ടിരിക്കുന്നവർ അവരെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി കുറച്ചുകൂടെ നമുക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവസഭ വളരണം. ഒന്ന്, യൂണിറ്റിയിൽ വളരണം, ഡൈവേഴ്സിറ്റിയിൽ വളരണം, മൂന്നാമത് മെച്യൂരിറ്റിയിൽ വളരണം. പൗലോസ് പറയുന്നത് പോലെ നിങ്ങൾ ഇന്നും പാല് കുടിച്ച് വളരുന്നവരല്ല, കട്ടിയായ ആഹാരം കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ദൈവസഭ വളരും. അപ്പോൾ ഈ 3 നിലവാരത്തിലാണ് ദൈവസഭയ്ക്ക് വളർച്ച ആവശ്യം. ഈ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവസഭയ്ക്ക് വളരുവാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടായി, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ദൈവസഭയ്ക്ക് വളരെ നല്ല മനോഹരമായ ആലയമുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പലപ്പോഴും നാം വളർച്ച എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ 3 കാര്യങ്ങളിലാണ്, 3 ഘടകങ്ങളിലാണ് ദൈവസഭ വളരേണ്ടത്. ഒന്ന്, ഐക്യതയിൽ വളരണം. 2, ഡൈവേഴ്സിറ്റിയിൽ വളരണം. 3, മെച്യൂരിറ്റിയിൽ വളരണം. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന, ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വളരുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ദൈവസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവാണ് ദൈവസഭയ്ക്ക് ജനനം നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വന്നപ്പോഴാണ്, അവരുടെ മേൽ പതിച്ചപ്പോഴാണ് ദൈവസഭ അവിടെ ഉടലെടുക്കുവാനായിട്ട് ഇടയായത്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവസഭ ഓരോ വ്യക്തികളും റെക്കഗ്നൈസ് ചെയ്യുവാനായിട്ട്, ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവരുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വാഞ്ച ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ, ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കൃപാവരങ്ങൾ എന്തിന് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ദൈവസഭ ഐക്യതയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. ഡൈവേഴ്സിറ്റിയിൽ വളരണം. കാര്യം അവർക്ക് കൃപാവരം ലഭിച്ചപ്പോഴാണ് അവരെല്ലാവരും ഡിവൈഡഡ് ആയിരുന്നു, അവരുടെ ഭാഷകളിൽ ഡിവൈഡഡ് ആയിരുന്നു. പക്ഷെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർക്ക് ഭാഷാവരം ലഭിച്ചപ്പോൾ ഈ ഡൈവേഴ്സിറ്റി എല്ലാം യൂണിറ്റി ആയിട്ട് മാറുവാനായിട്ടിടയായി. ഡൈവേഴ്സിറ്റി അവർക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടിടയായി. അതുപോലെ പരിശുദ്ധാത്മാവും കൃപാവരങ്ങളും ദൈവസഭയിൽ ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവസഭയെ യൂണിറ്റിയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, യൂണിറ്റിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃപാവരങ്ങളാണ് ഇന്ന് മിക്കവാറും ദൈവസഭകളെ ഡിവൈഡ് ചെയ്യുവാനായിട്ട് ഓരോ വ്യക്തികൾ എടുക്കുന്നത്. ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയല്ല, എന്നാലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഒരാൾക്ക് ഒരു കൃപാവരം ഉണ്ടെങ്കിൽ 2 കൃപാവരം ഉള്ളവർ ഒരു സഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഭകൾ മാറുന്നു. കാര്യം ഇന്നെല്ലാം കൃപാവരങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചർച്ചസ് ആയി മാറി. ഈ ചർച്ചസിന് വേണ്ടിയിട്ടാണ് ഈ കൃപാവരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് കൃപാവരങ്ങളുടെ പേരിലാണ് ചർച്ചസ് ഉളവായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു
വഞ്ചന അല്ലെങ്കിൽ പിശാച് പലതും ഇതിന്റെ ഓർഡർ തെറ്റിച്ചാണ് പലപ്പോഴും പിശാച് പലതിനെ തകർക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിലെ ആണെങ്കിലും ദൈവസഭയിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും ഇതിന്റെ ഈ ഓർഡർ തെറ്റുമ്പോൾ ആദ്യം ഉള്ളത് രണ്ടാമതും രണ്ടാമതുള്ളത് ഒന്നാമതുമായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് കുടുംബത്തിലാണെങ്കിലും ദൈവസഭയിലാണെങ്കിലും ഒക്കെ അതിന്റെ എല്ലാം ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ ഇവിടെ ഓർഡർ തെറ്റി. കൃപാവരങ്ങൾ ദൈവസഭയെ പണിയുവാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഇന്ന് കൃപാവരങ്ങൾ വെച്ചിട്ട് ദൈവസഭ പണിയപ്പെടുവാനായിട്ട് ആരംഭിച്ചതാണ് ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്താണ് ദൈവസഭയിൽ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാണ് ജീസസ് ഈസ് ദ ലോർഡ് എന്നുള്ള ഒരു കാര്യം ദൈവസഭയിൽ കൊണ്ടുവരുന്നത്. അതാണ് മൂന്നാമത്തെ വാക്യം നാം വായിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം മൂന്നാമത്തെ വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഇത് വാഗൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല ഈ പറയുന്നത്. ജീസസ് ഈസ് ദ ലോർഡ് എന്ന് വാഗൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല പറയുന്നത്. വാഗൊണ്ട് നമ്മൾ ആയിരം ഒക്കെ പറയും, പക്ഷെ അത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഹൃദയവും എല്ലാം അതിനോടനുസരിച്ച് ട്യൂണാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു സഭയെ ഡിവൈഡ് ചെയ്യാൻ പറയത്തില്ല. ഇന്ന് പലരും ഈ ചർച്ച വിട്ടു പോകുമ്പോൾ പലപ്പോഴും രണ്ടാമത് ആരും കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പാട് വന്നു, ഇങ്ങേപ്പുറത്ത് പൊട്ടിച്ച് അങ്ങേപ്പുറത്തൊരെണ്ണം തുടങ്ങാനായിട്ട്. അതിന്റെ പരിശുദ്ധാത്മാവാണെന്നുള്ളത് ഈ വാക്യത്തിൽ വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ വാക്യം വെച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയത്തില്ലെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദൈവസഭയിൽ ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് പറയും പറയത്തില്ല എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴും നമുക്ക് കൺഫ്യൂഷനാ. നമുക്ക് പുതിയ നിയമസഭയിലെല്ലാം കൺഫ്യൂഷനാ. ഇതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. ഇനി പരിശുദ്ധാത്മാവ് അങ്ങനൊക്കെ പറയുമോ? അതാ പറയത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും പറയത്തില്ല യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവസഭയിൽ സംസാരിക്കത്തില്ല. വചനത്തിന് വിരുദ്ധമായിട്ട് പരിശുദ്ധാത്മാവ് പോകത്തില്ല. വചനത്തിന്റെ പ്രിൻസിപ്പിൾസിന് വിരുദ്ധമായിട്ട് പരിശുദ്ധാത്മാവ് പോകത്തില്ല. അതിന്റെ ഒരു ഫൗണ്ടേഷൻസ് ഉണ്ട്. നമ്മളിപ്പോ എന്ത് പ്രസംഗം പ്രസംഗിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ വാക്യം തെറ്റിച്ച് പറഞ്ഞാൽ അതൊന്നുമല്ല പ്രശ്നം. പക്ഷെ നിങ്ങൾ ഫൗണ്ടേഷനിൽ നിന്ന് മാറുമ്പോഴാണ് പ്രോബ്ലം. ഒരു പ്രസംഗം എല്ലാം കേട്ടതിന് ശേഷം ഈ പുള്ളി വലിയ പുലിയാണെന്ന് പറയുന്നതിനേക്കാൾ യേശുവിനെയാണ് ആ പ്രസംഗത്തിൽ ഉയർത്തപ്പെട്ടതെങ്കിൽ അത് നല്ല മെസ്സേജാണ്. അത് പരിശുദ്ധാത്മാവിലുള്ളതാണ്. കാര്യം പരിശുദ്ധാത്മാവിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാക്യത്തിൽ ഞാൻ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. യേശുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ആരാധനകളിലും ഒക്കെ വേറെ ആരെങ്കിലും ഒക്കെ ഉയരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് പരിശുദ്ധാത്മാവിലല്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എത്ര കറക്റ്റായിട്ടാണ് ആ ഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. പ്രൈസ് ഗോഡ്. ഇപ്പൊ മനസ്സിലായല്ലോ ആ മൂന്നാമത്തെ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന്. ദൈവാത്മാവിൽ സംസാരിക്കുന്നു. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവസഭയും വ്യക്തികളും ആരാധന എല്ലാം, ആരാധന എന്ന് പറയുമ്പോൾ പാട്ട് മാത്രമല്ല, പ്രസംഗങ്ങൾ എല്ലാം, അതിനകത്തെല്ലാം എന്ത് വേണം? ദൈവാത്മാവ്, ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് പുതിയ നിയമസഭയെ നിർത്തുന്നത്. പരിശുദ്ധാത്മാവാണ് പുതിയ നിയമസഭയുടെ ഡോക്ട്രിൻ. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ഉറപ്പിക്കുന്നത്. പക്ഷെ അതെങ്ങനെ മനസ്സിലാക്കാം? അവിടെ ചെല്ലുമ്പോഴെല്ലാം നാം കേൾക്കുന്നത് ജീസസ് ഈസ് ദ ലോർഡ്. അത് ചെവി കൊണ്ടല്ല, അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. അവിടെ ആരാധന മുഴുവനും പോകുന്നത് വ്യക്തികൾക്കല്ല, ആരാധന മുഴുവൻ പോകുന്നത് യേശുവിനാണ്. അങ്ങനെ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട്, നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയും.
എന്താണ്, എങ്ങനെയാ നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുവാനായിട്ട് കഴിയും, അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. വാഗൊണ്ട് പറയുന്ന കാര്യമല്ല, വാഗൊണ്ട് പല പ്രാവശ്യം പറയുമായിരിക്കും. എന്നാൽ അത് ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളവൻ ആ യേശുവിനെ കർത്താവെന്ന് സാക്ഷീകരിക്കുവാനായിട്ട് ഇടയാകും, അവൻ വിറ്റ്നസ് ചെയ്യുവാനായിട്ട് ഇടയാകും. അല്ലാതെ ഡോക്ട്രിൻസ് കൊണ്ട് അത് സാധ്യമല്ല. 4-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സ്പിരിറ്റ് ഓൾവേസ് ഗ്ലോറിഫൈ ക്രൈസ്റ്റ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. മതി. അപ്പൊ ഈ 3 വാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്നത് ഒരു യൂണിറ്റിയിലേക്ക് നടത്തുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ വാക്യം, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആത്മാവ് ഒരുവൻ. അത് നാം മനസ്സിലാക്കണം. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആത്മാവ് ഒരുവൻ. ഒരേ വ്യക്തി തന്നെയാണ് പല കൃപാവരങ്ങൾ നമ്മുടെ മേൽ പകരുന്നത്. കൃപാവരങ്ങളും ടാലന്റും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകരുത്, അത് രണ്ടാണ്. അപ്പൊ ഈ കൃപാവരങ്ങൾ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നു, പക്ഷേ ഒരേ വ്യക്തിയാണ്, ഒരേ ആത്മാവാണ്, ഒരേ സ്പിരിറ്റ് ആണ് എന്ന് പറഞ്ഞ ഇതിന്റെ എല്ലാം ആകെ തുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം വളരെ ഇതാണല്ലോ, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ ജീസസിനെ ഉയർത്തുക എന്നുള്ളതാണ്, ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എല്ലാ ഡീഡ്സും യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. തുടർന്നുള്ള കൃപാവരങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ കൃപാവരങ്ങളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഇപ്പം കൃപാവരങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ പിന്നെ ഇദ്ദേഹം പിന്നെ ആ ചർച്ച കണ്ടിന്യൂ ചെയ്യത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെതായ കൃപാവരങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ച. എന്നാൽ ഈ കൃപാവരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തതെന്നുള്ള ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ദ ഗിഫ്റ്റ്സ് ആർ പ്ലൂറൽ ബട്ട് അത് ഡൈവേഴ്സ്. എന്നാൽ ഇതിനകത്തൊക്കെ ഇതൊരു യൂണിഫോമിറ്റി അല്ല, പക്ഷേ ഇതെല്ലാം ഒരേ സ്പിരിറ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം കൂടെ ദൈവം നെൽറ്റൗൺ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടെ നെയ്തിരിക്കുന്നത്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കർത്താവ് ഒരുത്തൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അപ്പം കൃപാവരങ്ങൾ മത്സരങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലയോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മത്സരമാണ്. ദൈവസഭയിലെല്ലാം മത്സരം. അവൻ എന്നെക്കാളും മിടുക്കനാണ്, അവൻ എന്നെക്കാളും പാടാൻ അറിയാം, ഇവൻ എന്നെക്കാളും പ്രസംഗിക്കാൻ അറിയാം, അവൻ എന്നെക്കാളും അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ കൃപാവരങ്ങൾ മത്സരം ഉണ്ടാക്കുമോ ഇല്ലയോ? വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, തന്നെ അവരോട് യുദ്ധം ചെയ്തു. അവിടെ മത്സരം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനായിട്ടിടയായി. അപ്പൊ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അത് മത്സരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഇതിന് ശേഷമുള്ള 12-13 തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം അവിടെ പറയുകയാണ്. നിങ്ങൾ സഭയാം ശരീരം ഒരു ശരീരം പോലെയാണ്, അതിനകത്ത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഫങ്ഷൻസ് ആണ്. അവിടെ ശരീരങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ എവിടെ ചെന്ന് അവസാനിക്കും? ചെറുതായിട്ട് ഈ മൂക്കൊന്ന് ചൊറിയാനായിട്ട് കൈ പോകേണ്ട സമയത്ത് കൈ പറയാ ഞാൻ പോകാൻ സൗകര്യമില്ല, നീ വേണേ കാലും കൊണ്ട് ചൊറിഞ്ഞോളാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? അപ്പൊ ഈ കൈക്ക് അറിയാം, ബ്രെയിൻ അറിയാം, കറക്റ്റായിട്ട് മെസ്സേജ് കൊടുക്കും.
നമ്മളൊന്നും ചിന്തിക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കൈ അത് ചെയ്തോളും. കൈ പിറ്റേന്ന് ദിവസം പറയത്തില്ല ഞാനിത് അങ്ങനെ കഷ്ടപ്പെട്ടു ചെയ്തു പിടിച്ചു എന്നൊന്നും പറയത്തില്ല. ഇത് ഓട്ടോമാറ്റിക് ചെയ്യും. കാര്യം എന്താ? കൈക്ക് നന്നായിട്ട് അറിയാം ഇതെന്റെ ഫങ്ഷനാണ്, ഞാനിത് ചെയ്യണം. ഇത് ഒരു നീഡ് വരുമ്പോഴും പെട്ടെന്ന് ഫ്രണ്ടില് ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു സംഭവം കണ്ടു. നമ്മുടെ വണ്ടി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഡിയർ ക്രോസിങ്. എന്താ ചെയ്യുന്നത്? അന്നേരം നിങ്ങൾ വിചാരിക്കുമോ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുമെന്ന്? അപ്പോഴേ ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നു, കാല് ബ്രേക്ക് ചവിട്ടുന്നു, കൈ സ്റ്റിയറിംഗിൽ പിടിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെക്കൻഡ് സമയത്തിനകത്ത് നടക്കുന്നത്. കാര്യം അങ്ങനെയാ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സിഗ്നല് ലഭിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം പെട്ടെന്ന് അങ്ങ് ആക്ട് ചെയ്യുക. ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യുന്നില്ല, ഒരു നിമിഷം പോലും ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അതുപോലെയാണ് സഭയാം ശരീരം. ഓരോരുത്തരുടെ മേലും ദൈവം ഓരോരോ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തയാണ്, ഈ ഫങ്ഷൻസിനെ നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്തുമാത്രം പ്രശ്നമാണ്. എനിക്കറിയത്തില്ല എൻ്റെ ഫങ്ഷൻ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്തുമാത്രം പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ശരീരം ഡെഡായിട്ടിരിക്കുക. കർത്താവ് കണ്ടു, വിളിച്ചു, ഫങ്ഷൻസ് ഒക്കെ ഡിസൈഡ് ചെയ്തു, പക്ഷെ ഇദ്ദേഹത്തിനകത്ത് സ്പിരിറ്റ് ഇല്ല. സ്പിരിറ്റാണ് ശരീരത്തിൽ രക്തം ഓടുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് ദൈവസഭയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവാകുന്ന സ്പിരിറ്റ് ഇല്ലാത്ത ശരീരം, ഒരവയവം ഡെഡായിട്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഇതിനകത്തൊന്നും ഒരു ഫങ്ഷനും ഇല്ല, ഞാൻ ഇതിനകത്തൊന്നും ആക്റ്റീവേ അല്ല, ഞാൻ ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. അങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അപ്പൊ അത് ശരീരത്തിന്റെ അവയവമല്ല. ഇനി ഈ ശരീരം എല്ലാം കൂടി ഇദ്ദേഹത്തിന് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നല്ലാതെ ഇത് ശരീരത്തിന്റെ ഒരു പാർട്ട് ആകണമെങ്കിൽ ഇതെല്ലാം ഫങ്ഷൻ ആയിരിക്കണം. ഫങ്ഷൻ ആക്കുന്നത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. സെയിം സ്പിരിറ്റ് അവിടെയും എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യൂണിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ സോഴ്സ്, നോട്ട് ദ എക്സ്പ്രഷൻ ലെവൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തില് 1-2 ഉദാഹരണം കൊണ്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ന്റെ 4-5 വാക്യം. സമാഗമന കൂടാരത്തെ കുറിച്ചാണ്. അവൻ കൗശലപ്പണിക്കാരെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹിസമാസിന്റെ മകനായ ഒഹോലിയ, അതല്ലേ പ്രശ്നം? അത് മതി. ബസ്ലേലിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കൗശലപ്പണി ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ തന്നെ ജ്ഞാനാത്മാവിനാൽ നിറച്ചു. സമാഗമന കൂടാരത്തിന്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തത്. പഴയ നിയമത്തിൽ ഇതെല്ലാം ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അപ്പം ഈ ജ്ഞാനാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരെയും ഓരോ പണിക്ക് വേണ്ടിയിട്ട് ദൈവം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മോശയോട് ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുത്താൽ കർത്താവിന് മനസ്സിലായി ഈ പറയുന്ന പരിപാടിക്കൊന്നും മോശയ്ക്ക് അത്ര വലിയ സ്കില്ലൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ, ഈ സ്കില്ലൊക്കെ ഉള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ജ്ഞാനാത്മാവിനാൽ കൊടുക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജ്ഞാനത്താൽ തൻ്റെ ഹൃദയത്തിനകത്ത് കൊടുത്ത് തന്നെ കൊണ്ട് പണിയിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഓരോരുത്തരെയും ദൈവം കണ്ടത്, ഓരോരുത്തരെയും ദൈവം വിളിച്ചത്, ഓരോ ഫങ്ഷൻസ് ദൈവം അസൈൻ ചെയ്തത്. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസഭയിൽ ഒരു റോളുണ്ട്. പരിശുദ്ധാത്മാവ് അത് കണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് അതിന് തക്കോണം അവരുടെ മേൽ പകർന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് വ്യത്യസ്തമായിട്ടാണ്. ലീഡ് ചെയ്യുന്നവർക്ക് എല്ലാം അറിയണമെന്നില്ല. ലീഡ് ചെയ്യുന്നവർക്ക് അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ചിലപ്പം
ഓരോരുത്തരുടെ മേലും ദൈവം കൊടുത്തിരിക്കുന്ന ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ആ ഫങ്ഷൻസ് ഒരുപക്ഷെ അവർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അതിനുള്ള കൃപ, ഗ്രേസ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലുള്ള കൃപാവരം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരായിട്ടാണ് കാണുന്നത്. വ്യത്യസ്തമായ കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ. അത് പല കൃപാവരങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട്. ഇപ്പൊ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനിലാണ് ദൈവം നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഗിഫ്റ്റ് ഓഫ് എക്സ്പ്രഷൻ ഈസ് ഓൾവേസ് ഷേപ്ഡ് ബൈ ദ ലോർഡ് സെർവൻഹുഡ്. ദൈവത്തിന്റെ ആ ഒരു ദൈവസഭയ്ക്ക് ഒരു സെർവൻ്റായിട്ട് ദൈവസഭയെ പണിയുവാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ കൃപയും എല്ലാം ദൈവം തന്നിട്ടുള്ളത്. ഇതൊന്നും ചെറിയ കാര്യമല്ല, ഇതൊന്നും ലഭിക്കുന്നത് തെറ്റായ കാര്യവുമല്ല. ഇതിനു വേണ്ടിയിട്ട് നാം ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, നമുക്ക് ലഭിക്കണം. എന്നാൽ നാം ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് അധികം പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകും. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. അതിന്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നല്ലോ. 4-5 വാക്യങ്ങളിൽ ആത്മാവ് ഒന്നത്രേ. ഇപ്പം പരിശുദ്ധാത്മാവ് ഒന്നത്രേ. നമ്മളെല്ലാം പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതെങ്കിലും ആത്മാവ് ഒന്നത്രേ. അപ്പൊ നമ്മളെല്ലാം അതേ ആത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഫങ്ഷൻസ് അനുസരിച്ച് നമ്മൾ ഡിസ്കറേജ്ഡ് ആയി പോകരുത്. ഇപ്പൊ ദൈവം എന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന ഫങ്ഷനിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസ്തനായിരുന്നാൽ മതി. താലന്തുകളുടെ ഉപമയിലും അത് തന്നെയാണല്ലോ പറയുന്നത്. അവന് ലഭിച്ചിരിക്കുന്നതിൽ അവൻ എത്രത്തോളം വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കുന്നത്. ഇപ്പൊ പാടുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല നീ പാടിയോ, അത് നീ ഫ്രൂട്ട്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത്. ദൈവം നിന്നുള്ള 5 പേരെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ 5 പേരെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നാം വിശ്വസ്തരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും